ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എംഫോ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഫാമിലിയെ മൊത്തത്തിലുള്ള എക്സ്പ്രഷനാണ് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ എപ്പോഴും വെട്ടുന്ന പോലത്തെ കട്ടല്ല വെട്ടുന്നത്, ഇന്ന് കുറച്ച് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് എല്ലാവരുടെയും റിയാക്ഷൻ നോക്കണം, പ്രത്യേകിച്ച് അമ്മയുടേത്, അശ്വിൻ്റേത്, എല്ലാവരെയും നോക്കണം. അപ്പോൾ ഞാൻ വെട്ടാൻ പോകുന്ന കട്ടൊന്നും തീരുമാനിച്ചില്ല, എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് എനിക്ക് പറ്റണ മാക്സിമം ചെയ്യും. അപ്പോൾ ഹെയർ കട്ട് എന്തായാലും മിക്കവാറും എനിക്ക് ചേരണമെന്ന് ഞാൻ അങ്കിളിൻ്റെ അടുത്ത് തന്നെ ചോദിക്കും അവിടുത്തെ. അപ്പം അവിടെ പോകുമ്പോൾ അങ്കിൾ എപ്പോഴും ചോദിക്കും ഏത് കട്ടാണ് വെട്ടണത്, മോഡലുണ്ടാകുന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ആരെടുത്തും ഇന്ന കട്ടാണ് വെട്ടാൻ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുടി വെട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇന്ന് മുടി വാഷ് ചെയ്യണമെന്നുണ്ട്, അതും കൂടെ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അത്രേ കാണുള്ളൂ. ആൻഡ് എക്സ്പ്രഷനും കൂടെ ചേർത്ത് നമുക്ക് വീഡിയോ ഇടാം. അപ്പം നമുക്ക് വീഡിയോ ഗായ്സ്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിനാണ് എക്സ്പ്രഷൻ എന്ന് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മോഡലും വെട്ടിയിട്ടില്ല. സാധാരണ മിലിറ്ററി കട്ടാണ് വെട്ടാറ്. ഇപ്പോൾ ഇത് ക്ലാസിക് മുളറ്റ, മോഡേൺ മുളറ്റ എന്തോ ആണ്. അപ്പം ഞാൻ അപ്പം ചെന്ന് ഗൂഗിളിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തതാണ്. അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഗായ്സ്. പിന്നെ ഇതെങ്ങനെ ഉണ്ടെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിൽ മൈക്കൊന്നുമില്ല, നോയ്സ് പൊല്യൂഷൻ. എനിക്ക് പൊതുവെ വലിയ മാറ്റമായിട്ടൊന്നും തോന്നുന്നില്ല ഗായ്സ്. നിങ്ങളെന്തിനാണ് എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. പഴയതുപോലെ തന്നെ കുറച്ച് സൈഡ് കുറച്ചെന്ന പോലെ തോന്നണുള്ളൂ. ആൻഡ് കൊള്ളാം, ആദ്യമായിട്ട് വെട്ടുന്നതല്ലേ, പേടിയുണ്ടായിരുന്നു വെട്ടുമ്പോഴൊക്കെ കുളമാവോ എന്നൊക്കെ. ആൻഡ് നമുക്ക് ആദ്യം ഒരാളുണ്ട്, അയാളുടെ റിയാക്ഷൻ കാണാം. ചേച്ചിയാണ് വീട്ടിൻ്റെ അടുത്തുള്ള. അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷൻ കാണാം. അത് കഴിഞ്ഞ് വീട്ടിലുള്ളവരുടെ ആ ചേച്ചി ഞാൻ വിളിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് പോകാം. അപ്പോൾ ആ ചേച്ചി വെളിയിറങ്ങി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും പോവാം. ഞാൻ ബാക്ക് ക്യാമറ എടുത്തോട്ടെ. ഒരു തോന്നില്ല, വലിയ എക്സ്പ്രഷനൊന്നും ഇല്ലല്ലേ? കളാമോ, ചേരണുണ്ടോ സെറ്റായിട്ട്? ഞാൻ പേടിച്ചാണ് വെട്ടിയത്. പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് ഇനിയാണ് എക്സ്പ്രഷൻ ക്വീൻസൊക്കെ ഇറങ്ങാൻ പോണത്. അടുത്ത അമ്മുവാണ് ഗൈസ്. അമ്മു വന്നോ? എങ്ങനെയുണ്ട്? എന്ത് എടാ, എങ്ങനെയുണ്ടോ? കൊള്ളൂല്ലേടാ? തന്നെ? അയ്യോ, സ്റ്റോറി ഇട്ട് എന്തായാലും അശ്വിൻ കാണാതിരിക്കൂല അത്. അപ്പം രണ്ടുപേരുടെ നമ്മളിപ്പോൾ കണ്ട്. അമ്മൂൻ്റെത് എനിക്കറിയായിരുന്നു ഇങ്ങനത്തെ എക്സ്പ്രഷൻ ആയിരിക്കുമെന്ന്. ആൻഡ് നമുക്ക് ഇനിയുണ്ട് കുറേ റിയാക്ഷൻസ് കാണാൻ. അച്ഛൻ്റെ ഉണ്ട്, അമ്മേരെ ഉണ്ട്, അച്ഛൻ്റെ ഉണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞാൽ അശ്വിൻ, അവൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാം ഗൈസ്. എനിക്ക് നന്നായിട്ട് തോന്നി. എല്ലാവരും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ചേരും, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ആൻഡ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയിലോട്ട് പോവാം. റിയാക്ഷൻ നോക്കാമേ. കൊള്ളൂല്ലേ? നല്ല രസമില്ലേ? നല്ല രസമില്ലേ? ഇഷ്ടപ്പെട്ടോ? സച്ചിൻ്റെ റിയാക്ഷൻ കണ്ടല്ല? ഇനിയാണ് റിയാക്ഷൻസ്. ദൈവമേ, എന്തരാവുന്നു ഗൈസ്. അമ്മ വന്നേ, ഇനി അമ്മയുടെ റിയാക്ഷനാണ്. എന്തരാവുന്നു നോക്കാം നമുക്ക്. എന്തായാലും തോന്നിയില്ലേ?
ഒരു മാറ്റം തോന്നിയില്ല അമ്മയ്ക്ക്? അത്രയും പ്രാഞ്ചിയല്ലേ? അയ്യേ, എന്നിട്ടൊരു റിയാക്ഷനും ഇല്ലേ? അയ്യേ. ആ സമയം അമ്മയ്ക്ക് ഒട്ടും എക്സ്പ്രഷൻ ഇല്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് താനെ എക്സ്പ്രഷനൊക്കെ വന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല, അതാണ് കാര്യം. എക്സ്പ്രഷൻ നല്ലതുപോലെ വന്നു. ഇതിനെക്കാട്ടി മേലെ വല്ല മുട്ട അടിച്ചാൽ മതിയായിരുന്നു എന്ന് വരെ പറഞ്ഞു. ഗായ്സ്, നിങ്ങൾക്ക് എന്തിനാണ് തോന്നണതെന്ന് സത്യസന്ധമായിട്ട് വെളിപ്പെടുത്തുക. ആൻഡ് എന്ത് തോന്നിയാലും ഇനി വെട്ടിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്കെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള റിയാക്ഷൻ എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഫാമിലി ഒന്നും റിയാക്ഷൻ ഇല്ല. അച്ഛൻ മാത്രമാണ് ഇത്തിരി ഇതായിട്ട് പറഞ്ഞത്, കുഴപ്പമില്ലെന്ന്. അമ്മ അപ്പം എന്തെങ്കിലും അയ്യ കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം മിക്കവാറും ഈ വീഡിയോ ഡിലേ ആവാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ഐ ഡോണ്ട് നോ എപ്പോഴാണ് വീഡിയോ വരുന്നതെന്നും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. അങ്ങനെ നേരത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, പ്രാങ്ക് ആയാലും ഇതായാലും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളവർ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ